തൃശൂർ നഗരത്തെ ചുവപ്പണിയിച്ച് ബോൺ നഥാലെ ആഘോഷം. അതിരൂപതയും പൗരാവലിയും ചേർന്ന് നടത്തിയ ബോൺ നഥാലെ ആഘോഷത്തിൽ 107 ഇടവകകളിൽ നിന്നായി 15,000 ക്രിസ്മസ് പാപ്പമാരാണ് അണിനിരന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഘോഷയാത്രയായി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ബോൺ നഥാലെയിൽ 60 അടിയിലേറെ ഉയരമുള്ള ചലിക്കുന്ന ഏദൻ തോട്ടവും വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള 21 നിശ്ചല ദൃശ്യങ്ങളുമാണ് ആകർഷണീയമായത്. വൈകിട്ട് 5 തൃശൂർ സെന്റ് തോമസ് കോളേജ് പരിസരത്തു നിന്നാണ് ക്രിസ്മസ് ഘോഷയാത്ര ആരംഭിച്ചത്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും മേയർ MK വർഗീസും ചേർന്ന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ച ക്രിസ്മസ് ഘോഷയാത്ര വർണ്ണം വിതറിയ വെളിച്ചത്തിനു കീഴിൽ നഗരത്തെ മണിക്കൂറുകളോളം കീഴടക്കുകയായിരുന്നു. ഇരുപത്തിയൊന്നോളം ഫ്ലോട്ടുകൾക്കിടയിലൂടെയാണ് 15,000-ൽ പരം പാപ്പ വേഷധാരികൾ ആടിപ്പാടി ആഘോഷമാക്കിയത്. തൃശൂർ അതിരൂപതയിലെ 107 ഇടവകളിൽ നിന്നുള്ള ചുവന്ന വസ്ത്രമണിഞ്ഞ തൂവെള്ളത്താടിയുമായി ബലൂണുകൾ ഉയർത്തിയും ആടിപ്പാടിയും നീങ്ങിയ പാപ്പാമാരും നൃത്തമാടിയെത്തിയ മാലാഖക്കുട്ടികളും സ്വരാജ് റൗണ്ടിന്റെ ഇരുവശവും നിറഞ്ഞ കാണികൾക്ക് കാഴ്ചയുടെ വസന്തം പകർന്നു. ബോൺ നഥാലെ ആഘോഷത്തിന്റെ ഭാഗമായി ഗതാഗത ക്രമീകരണവും ഡ്രോൺ നിരോധനമടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പ്രത്യേക പട്രോളിംഗും പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. സ്വരാജ് റൗണ്ട് ചുറ്റിയെത്തിയ ആഘോഷ പരിപാടികൾക്ക് 9 മണിയോടെ പരിസമാപ്തിയായി. അമൃത ന്യൂസ്, തൃശൂർ.